ഹലോ, 22-ാം തീയതി കഴിഞ്ഞാലേ ജിയുടെ ഷെഡ്യൂൾ എങ്ങനെയാ? ഈ ക്ഷേത്രോദ്ഘാടനം കഴിഞ്ഞിട്ട് പുള്ളിക്ക് കുന്നംകുളം വരെ ഒന്ന് വരാൻ പറ്റുമോ? അല്ല, നമ്മുടെ ചെങ്ങായിയുടെ മോളുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു 24-ന്. അയ്യോ, ജിക്ക് അടുത്ത ആഴ്ച ഒരു ദിവസം പോലും ഒഴിവില്ലല്ലോ. 22-ന്റെ അമ്പലോദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് UP-യിൽ ഒരാളിൻ്റെ മോളുടെ ഷോറൂമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 3 പ്രതിമ, ഒരു സ്റ്റേഡിയം, അങ്ങനെ കുറച്ച് ഇനാഗ്രേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാശി, രാമേശ്വരം, കേദർനാഥും അതിനുകൂടി വഴി ഊട്ടിയിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് ഉണ്ട്. ഊട്ടിയോ? അല്ല, ഊട്ടിയല്ല, തിരുപ്പതി. അങ്ങനെ മൊത്തം തിരക്കാണല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൈ പിടിച്ചു കൊടുക്കാനേ ജി തന്നെ വേണമെന്ന് പുള്ളിക്കാരൻ ഒരേ നിർബന്ധം. ജി ആവുമ്പോൾ പരിപാടി കാവ്യാക്കാം, അല്ല കളറാക്കാന്ന് കരുതിയിട്ടാ. സുരേഷ് ഏട്ടൻ്റെ മോളുടെ കല്യാണം കേരളം മൊത്തം ആഘോഷിച്ചത് കണ്ടപ്പോൾ പുള്ളിക്കാരന് ഒരു ആഗ്രഹം. എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവില്ലേ ജി ഓരോ ആഗ്രഹങ്ങൾ. അപ്പോഴേ എങ്ങനെയാ, പുള്ളി വരുമോ? ഓ സന്തോഷം. വരുമ്പോഴേ മറ്റേ ആ ക്ഷതം കൈ പിടിക്കാൻ പറയണേ. വലിയ ക്ഷതമാവാത്ത രീതിയിൽ നമുക്ക് ആ കല്യാണം നടത്തിയെടുക്കാം. അപ്പോൾ ഓക്കെ. ഈ ജിയുടെ ഒരു കാര്യം എന്തൊരു കഷ്ടമല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ പുള്ളി നോക്കി നടത്തണം. പള്ളി പൊളിക്കണം, കോടതിയിൽ കേസ് എത്തിക്കണം, വിധി അനുകൂലമായിട്ട് നേടിയെടുക്കണം, ആ ജഡ്ജിമാർക്കൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫ് പ്രോപ്പറാക്കാനുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കണം, അമ്പലത്തിൽ തറക്കല്ലിടണം, അത് പണിയണം. ഇങ്ങനെയുള്ള ബടായ ഏർപ്പാടുകൾക്കിടയിൽ ഗുഹയ്ക്കകത്ത് കയറി ഫോട്ടോഷൂട്ട് നടത്തണം, ലക്ഷദ്വീപിൽ പോയി കടലിൽ മുങ്ങണം, കുനോയിൽ ചെന്ന് ചീറ്റകൾക്ക് തീറ്റ കൊടുക്കണം. ഇതൊക്കെ പോരാഞ്ഞ് ഇങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കെട്ട് വരെ നടത്തി കൊടുക്കണം. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനവാടി. ജീവവാടിയല്ല ജി, അംഗനവാടി. അടി എന്താക്കാനാ? ആകെ ഒരു മോദിജിയല്ലേ നമുക്കുള്ളൂ. ജനാധിപത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ ആഘോഷം എന്താണെന്ന് PSCക്ക് ചോദ്യം വരുമ്പോ കണ്ണും പൂട്ടി പിള്ളേരെ എഴുതണം കേട്ടോ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമെന്ന്. നിങ്ങൾ ആ കട്ടൗട്ടിലേക്ക് ഒന്ന് നോക്കിയേ. അയോധ്യയിൽ ഓരോ മുക്കിലും മൂലയിലും മോദിജിയുടെ കട്ടൗട്ടുകളാണ്. റോഡില്, ഹോട്ടലുകളിൽ, എന്തിന് പെട്രോളിന് വില കൂട്ടി പണിത ശൗചാലയങ്ങളിൽ വരെ മോദിജിയുടെ കട്ടൗട്ട് വെക്കുമെന്നൊരു കരക്കമ്പിയും കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, രാമക്ഷേത്ര ഉദ്ഘാടനമല്ലേ, രാമന്റെ കട്ടൗട്ട് എവിടെയെന്നും ചോദിച്ച് വിശ്വാസികൾ ഇതൊഴി വന്നേക്കരുത്. ജിയുടെ തല, ജിയുടെ ഫുൾ ഫിഗർ, അത് കണ്ട് തൃപ്തിപ്പെടണം എല്ലാവരും. മനസ്സിലായോ? അല്ലേ മോഡിജി തറയിൽ കിടക്കുന്നതും കരിക്കും വെള്ളം കുടിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും ഒക്കെ പിന്നെ വെറുതെ ആണോ? തൽക്കാലം രാമനായിട്ട് ജിയെ മനസ്സിൽ കാണണം. എന്നാലേ 2024 ഗെയിമില് ജിയുടെ ടീമിനെ അങ്ങ് സ്കോർ ചെയ്യാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം മുഖ്യ പ്രചരണ വിഷയമാക്കണമെന്ന് ജി തന്നെ ആഹ്വാനം നൽകിയിട്ടുള്ളതാണ്. അതിന്റെ ഇടയിൽ പിന്നെ ജനകീയ പ്രശ്നങ്ങള്, വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, മണിപ്പൂർ കലാപം എന്നൊന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അങ്ങനെയുള്ള ലോക്കൽ തിങ്സ് അഡ്രസ് ചെയ്യാൻ ജിയെ കിട്ടില്ല. ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന് പറയുന്ന ചില ശങ്കരാചാര്യന്മാരുണ്ട്. അതൊന്നും വലിയ സീനാക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ കുറച്ച് വിശ്വാസികൾ പരിപാടിക്ക് വന്നില്ലെന്ന് കരുതി വലിയ വോട്ടൊന്നും പോവില്ല. വിധി പറഞ്ഞ ജഡ്ജിമാരെ വരെ നമ്മൾ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അല്ല, ഈ ജഡ്ജിമാരെയൊക്കെ കൂട്ടായിട്ട് ക്ഷണിച്ച സ്ഥിതിക്ക് 22-ന് സുപ്രീം കോടതിക്കും കൂടി ഒരു അവധി കൊടുക്കായിരുന്നു ജി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും അവധി കൊടുക്കാമെങ്കിൽ സുപ്രീം കോടതിക്ക് ഒരു ഓഫ് ഡേ ഒക്കെ ആവാം. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന് ആ ദിവസം അവധി കൊടുക്കാത്തത് കഷ്ടമായി പോയി. അവധി പോലൊരു ഫീലിന് ഒരു ഹർത്താലെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ സുരേന്ദ്രേട്ടാ? അല്ലെങ്കിൽ ആ സുരേന്ദ്രേട്ടന്റെ വാക്കുകൾക്ക് ഒരുത്തിനും ഒരു വിലയും കൊടുക്കുന്നില്ല കേരളത്തിൽ. സുരേഷ് ഏട്ടന്റെ മോളുടെ കല്യാണമാണോ, സുരേന്ദ്രേട്ടന്റെ കുഴൽ പൊളിറ്റിക്സ് ആണോ കേരളത്തിൽ കാവ്യ പിടിക്കാൻ നല്ലതെന്ന് ചോദിച്ചാ മോദിജി വരെ പറയും സുരേഷ് ഏട്ടന്റെ മോളുടെ കല്യാണമാണെന്ന്. സോ സാഡ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്തായാലും ക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ രീതിയും അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും തയ്യാറെടുപ്പൊക്കെ കാണുമ്പോൾ തോന്നും ഇത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണെന്ന്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയുടെ ഉദ്ഘാടനമാണെന്ന്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂര സംഭവങ്ങളിൽ ഒന്നായ എണ്ണമറ്റ നിരവധി കലാപങ്ങൾക്ക് കാരണമായ മതേതര ഇന്ത്യക്ക് മേൽ മാരക പോറലേൽപ്പിച്ച ബാബരി മസ്ജിദ് പൊളിക്കൽ പദ്ധതിയുടെ തുടർച്ചയാണ് ഈ ക്ഷേത്ര നിർമ്മാണം എന്നതുപോലും എവിടെയും ഒരു ചർച്ചയിലുമില്ല.
എന്നിടത്താണ് ജിയുടെ ടീംസിന്റെ പൊളിറ്റിക്കൽ ടാക്ടിക്സ് സക്സസ് ആവുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ അതിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ മുക്കിക്കളയല്ലേ മോദിജി. 1992 ബാബരി പള്ളി വർഗീയ ഭീകരർ തകർത്തതാണ്. സർക്കാരുകൾ അന്ന് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. പള്ളി തകർത്തതിന് ശേഷം രാജ്യത്തുടനീളം ചോരപ്പുഴയൊഴുകി. ബാബരി പള്ളി തകർത്തതിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, വിനയ് കത്യാർ, ഉമാഭാരതി, സ്വാതി പ്രജ്ഞ, കല്യാൺ സിംഗ്, ശങ്കർ സിംഗ് വഗേല എന്നിവരെല്ലാം അന്ന് പ്രതികളായിരുന്നു. ഇതൊക്കെയാണ് ചരിത്രം. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി കൊടുത്തതുകൊണ്ടുള്ള കോടതി വിധിയിൽ പോലും ഈ ക്രൂരതകളൊക്കെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഈ ചരിത്രത്തെ അങ്ങനെ എത്ര മായ്ച്ചു കളയാൻ നോക്കിയാലും അതങ്ങനെ പോവില്ലെന്നേ. എന്നാൽ പിന്നെ പോയച്ച മരം.